പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു ഇറാൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നാളത്തെ ഭാവിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഭാവിയുടെ സുരക്ഷയെ ഓർത്താണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെക്കുറിച്ചാണ്. അവർ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം അതായിരുന്നു. നാളെ എങ്ങനെ സുരക്ഷിതമാക്കാം, ഭാവിയെ എങ്ങനെ സുരക്ഷിതമാക്കാം, നാളത്തെ തലമുറ എങ്ങനെ സുരക്ഷിതമാക്കാം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ ഓപ്പറേഷൻ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പല വേദികളിലും, അത് അന്താരാഷ്ട്ര ചർച്ചകൾ നടക്കുന്ന UN പോലുള്ള പല വേദികളിലും ആണവ ശക്തിയായി ഇറാൻ വളരുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളും പരാതികളും അന്താരാഷ്ട്ര സമൂഹത്തോട് പല പ്രാവശ്യവും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊരു റൈറ്റ് ടൈം എന്ന നിലയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഭരിക്കുമ്പോൾ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഈ ടൈമിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ടൈം എന്ന് കണ്ടായിരിക്കാം ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഗാസയിലെ ഹമാസിനെ ഒതുക്കണമെന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം, കഴിഞ്ഞ ദിവസം തന്നെ ഗാസയിൽ നിന്നും ഹമാസ് തെക്കൻ ഗാസയിൽ നിന്ന് റാഫയിൽ നിന്നും മിസൈൽ ഇസ്രായേലിലേക്ക് അയക്കുകയും അത് ഇസ്രായേൽ പതിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഹമാസ് അവിടെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഹിസ്ബുള്ളയാണ് ഇപ്പോൾ വീക്കായി നിൽക്കുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയെയും ഹമാസിനെയും അതോടൊപ്പം തന്നെ മറ്റ് ഇങ്ങനെയുള്ള മിലിഷ്യ ഗ്രൂപ്പിനെയും തീവ്രവാദി പ്രസ്ഥാനങ്ങളെയൊക്കെ അടിച്ചൊതുക്കുന്നതിന് പകരം ഇവരെ സ്പോൺസർ ചെയ്യുന്ന ആളെ ഒതുക്കിയാൽ ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു ചിന്ത ഇതിന് പുറകിലുണ്ട്.